ആക്രമിക്കുക. ലോകത്തൊരു രാജ്യം, റഷ്യ യുക്രൈൻ അങ്ങനെ ചെയ്യാറില്ല. സെലൻസ്കി ഞങ്ങൾ ഇന്നടുത്ത് ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഡിഫൻസ് സാധനം എടുത്ത് വെക്കും, അടിച്ചിടും, ഈ വരുന്ന സാധനങ്ങളെല്ലാം നെഗോഷിയേറ്റ് ചെയ്ത്. ലോകത്ത് ഒരു രാജ്യവും ആക്രമിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ മെസ്സേജുകളോ അല്ലെങ്കിൽ ലഘുലേഖകൾ വിതരണം ചെയ്യുകയൊന്നും ചെയ്യില്ല. എന്ത് നല്ല ക്രൂരന്മാരാണ് ഇസ്രായേൽ അല്ലെ, കേട്ടില്ലേ? കാരണം ഇസ്രായേൽ 69,000-ഓളം ആളുകളെ കൊന്നിട്ടുണ്ട്. പക്ഷെ ആ കൊല്ലുന്നതിന് മുമ്പ്, കൂട്ടക്കൊലപാതകങ്ങൾ നടത്തുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്യാറുണ്ട്? നോട്ടീസ് വിതരണം ചെയ്യാറുണ്ട്, നോട്ടിഫിക്കേഷൻ കൊടുക്കാറുണ്ട്, ലഘുലേഖ കൊടുക്കാറുണ്ട്. അപ്പൊ ലഘുലേഖ കൊടുത്ത് നടത്തുന്ന വംശഹത്യ ആയതുകൊണ്ട് ലോകത്ത് വേറെ എവിടെയും നടക്കാത്തൊരു കാര്യമാണ്. അപ്പൊ എന്ത് നല്ല ഇസ്രായേൽ! ഇത് മാത്രമല്ല, ഇതിനും വലിയ ന്യായങ്ങൾ വംശഹത്യ ആസ്വാദകരുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. വേറൊന്നും കേട്ടോളൂ ഇതിന്റെ തുടർച്ച. ലോകത്തൊരു രാജ്യത്തും ആക്രമിക്കപ്പെടുന്ന രാജ്യത്തിന് മരുന്നും ആഹാരവും കൊടുക്കാനുള്ള ബാധ്യത ആക്രമിക്കുന്ന രാജ്യത്തിനുണ്ടെന്ന് ലോകത്തിപ്പോ 40 വേറെ യുദ്ധങ്ങളിലൊന്നും കാണാത്ത രൂപത്തിൽ ആക്രമിക്കപ്പെടുന്ന രാജ്യത്തിന് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണവും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ഇസ്രായേലാണ്. ഇപ്പൊ അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ത് നല്ല ഇസ്രായേൽ അല്ലെ! നെതന്യാഹുവിനൊക്കെ പിടിച്ചൊന്ന് ഉമ്മ കൊടുക്കാൻ തോന്നിപ്പോവും ഈ ന്യായങ്ങൾ കേട്ടാൽ. കാരണം എന്താ? ഗസയിലേക്ക് വരുന്ന എല്ലാ എയ്ഡും തടഞ്ഞു. ഭക്ഷണവും അതുപോലെയുള്ള ഒരുപാട് ടൺ കണക്കിന് ഭക്ഷണം പുറത്ത് കെട്ടിക്കിടക്കുകയാണ്. പക്ഷെ ഇസ്രായേൽ അനുവദിക്കില്ല. പട്ടിണി കിടക്കുകയാണ് ഗാസയിലുള്ള ആളുകൾ. പക്ഷെ പുറത്തുനിന്ന് ഒരു എയ്ഡും സമ്മതിക്കുകയില്ല. ഇങ്ങനെ അവരെ പട്ടിണി കിട്ടതിന് ശേഷം പറയാണ് ഞങ്ങൾ എന്ത് ചെയ്യും, ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു GHF ഫോം ചെയ്യുന്നു. അവിടേക്ക് ആളുകൾ വന്ന് ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊള്ളണം. അങ്ങനെ ഭക്ഷണം വാങ്ങുമ്പോൾ തന്നെ അവിടെ UN പറഞ്ഞതെന്താ വെച്ചാൽ ഡെത്ത് ട്രാപ്പ് എന്ന, അതൊരു ഡെത്ത് ട്രാപ്പാണ്. കാരണം ഒന്നുകിൽ ഗസക്കാർക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പട്ടിണി കിടന്ന് മരിക്കുക, അല്ലെങ്കിൽ ഈ വംശഹത്യ നടത്തുന്ന ഇസ്രായേലുകാർ തന്നെ നടത്തുന്ന ഈ GHF വന്നിട്ട് ഭക്ഷണം വാങ്ങുക. അവിടെ ഒന്നുകിൽ ചിലപ്പോൾ ഭക്ഷണം കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വെടികൊണ്ട് മരിക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള UN അഭിപ്രായത്തിൽ ഡെത്ത് ട്രാപ്പുകളെ കുറിച്ചാണ് ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.